ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസത്തിന്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയം നമുക്കതിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇളനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളനീർ ഉപയോഗിക്കുന്നത് നന്നായിട്ട് മൂത്തത് ഉപയോഗിക്കരുത്. നല്ല ഇളയ കരിക്ക് പരുവത്തിലുള്ളതുണ്ടല്ലോ, അത് ഉപയോഗിക്കരുത്. അതിന് ഇടയിലുള്ള ഒരു പരുവത്തിലുള്ളത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഈ നെയ്യിലൊന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഇളനീറിലോട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ ആവും. ഈ നെയ്യും ഇളനീറും എല്ലാം മിക്സായി കിട്ടി. ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലൊന്നായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഇളനീറാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല രീതിയിൽ തിളച്ച് ഇതൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കരിക്കിൻ്റെ വെള്ളം മുഴുവനായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ പായസം. അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ പായസം. ഇനി നമുക്കിത് തിളക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം തന്നെ നമുക്കിതിലോട്ടായിട്ട് കുറച്ച് അരി പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 മണിക്കൂർ നേരം ഒരു 1/4 കപ്പ് അളവിൽ പച്ചരി കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതിനെ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്കൊരു 4-5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏലക്ക പൊടി ചേർക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചേർത്താൽ മതി. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെറിയ രീതിയിലൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കണം. ജസ്റ്റ് ഒരു കറക്കം കറക്കിയെടുക്കുക. നമ്മൾ പുട്ടുപൊടിയുടെ അത്രയും ആ ഒരു പരുവത്തിലും ആയി കിട്ടേണ്ട, ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതി. ആ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒന്ന് നുറുങ്ങി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഇളനീർ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ള പച്ചരി മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും തിളപ്പിച്ചെടുക്കണം. പച്ചരി മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം. കട്ട കെട്ടാത്ത രീതിയിൽ വേണം. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ നല്ലൊരു രീതിയിൽ നല്ലൊരു പരുവത്തിലായി കിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് കൂടി ചേർത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഈ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം. അതേ അടുപ്പിലോട്ട് തന്നെ ഞാനിവിടെ പാല് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് നല്ല രീതിയിൽ കട്ട കെട്ടാതെ പാടയൊന്നും വരാത്ത രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് മറിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം ഒന്നുകൂടി വേവിച്ചെടുക്കണം. പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കരിക്കിനെ ഇത് അടുപ്പിലോട്ട് തന്നെ വീണ്ടും വെച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ പാലിൽ നിന്ന് പകുതി ഭാഗം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മുഴുവനായിട്ട് ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. എന്നാലേ നമ്മുടെ മിക്സിങ് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് മിക്സിങ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. പാല് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് അതിന് ശേഷം ബാക്കിയുള്ള പാല് വീണ്ടും ഒഴിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം മിക്സാക്കി എടുക്കാൻ. ഇനി നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ടായി ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൽ താഴെയായിട്ടാണ് ഇവിടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് അല്പമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം.
പായസത്തിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ആവട്ടോ. ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ തീർച്ചയായിട്ടും ഉപ്പ് ആഡ് ചെയ്താലേ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ടായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പകുതിയാണ് ഞാനിവിടെ ആദ്യം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് അതിന് ശേഷം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് ഈ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പായസത്തിനെ ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇത് പാട കെട്ടാതെ കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് അല്പം കുറവായിട്ട് തോന്നി, അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പായസം കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതേ അടുപ്പിലോട്ട് തന്നെ നെയ്യ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. കുറച്ചധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ ആവട്ടോ. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന കാഷ്യൂ നട്ട്സിൻ്റെ പരുവനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയം ഇതിലോട്ട് കുറച്ച് റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ റൈസിൻസ് ചേർത്ത് ഇതിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ. കരിയാതെ ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിതിനെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്